നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നവീൻ, യൂറോളജിസ്റ്റ് അറ്റ് നിംസ് മെഡിസിറ്റി നെയ്യാറ്റിൻകര. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന കുറച്ച് ദിവസം മുന്നേ നമ്മളുടെ അടുത്ത് വന്ന ഒരു പേഷ്യന്റിനെ കുറിച്ചാണ്. ഇതൊരു 76 വയസ്സുള്ള ഒരു സ്ത്രീ. മൂത്രത്തിലൂടെ വളരെ ദിവസങ്ങളായിട്ട് ബ്ലഡ് പോകുന്നതായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ മൂത്രത്തിൽ ടെസ്റ്റും പിന്നെ ബ്ലഡ് ടെസ്റ്റ് പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ മൂത്രസഞ്ചിയിൽ ഒരു വലിയ മുഴ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വലിയ മുഴ ആയതുകൊണ്ട് നമുക്ക് CT സ്കാനും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CT സ്കാനിൽ നോക്കിയപ്പോൾ ഈ മുഴ കൊണ്ട് ഈ ഇടത് കിഡ്നിക്ക് തടസ്സവും ഇടത് കിഡ്നി നല്ല രീതിയിൽ വീർത്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ വേറെ എവിടെയും ഇത് സ്പ്രെഡ് ആയിട്ടില്ല. വേറെ എവിടെയും ഉദ്ദേശിക്കുന്നത് പൊതുവേ ഇത് കരളികളിലോട്ട് സ്പ്രെഡ് ചെയ്യും, പിന്നെ ശ്വാസകോശത്തിലോട്ടാണ് സ്പ്രെഡ് ആവുന്നത്. അങ്ങനെയൊന്നും സ്പ്രെഡ് കണ്ടില്ല. പിന്നെ നമുക്ക് ഇതിന് ബയോപ്സി ചെയ്യണം, അതായത് പ്രൂവ് ചെയ്യണം ഇത് ബ്ലാഡർ ക്യാൻസർ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്ത പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് നമ്മൾക്ക് ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയറിലായിട്ട് ഫസ്റ്റ് ചെയ്തത്. എൻഡോസ്കോപ്പിക് പകരം സിസ്റ്റോസ്കോപ്പി എന്ന് പറയും. സിസ്റ്റോസ്കോപ്പി ചെയ്ത സമയത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ബ്ലാഡർ ട്യൂമർ നമുക്ക് റിസെക്ട് ചെയ്ത് എടുക്കും, കട്ട് ചെയ്ത് എടുക്കും കീ ഹോൾ വഴിയായിട്ട്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യന്റിനാണെങ്കിൽ വളരെ ഡെപ്തിലായിട്ട് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മുഴുവതും എൻഡോസ്കോപ്പിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എൻഡോസ്കോപ്പിയിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഏത് പാർട്ടിലാണ് ബ്ലാഡറിൽ ഇരിക്കുന്നത് എന്ന് വെച്ചിട്ട്. അപ്പൊ പറ്റുന്ന രീതിയിലുള്ള ബ്ലാഡർ നമുക്ക് ട്യൂമർ നമുക്ക് റിസെക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയായിരുന്നു. പിന്നെ ഡെപ്തിലുള്ള ടിഷ്യൂ നമുക്ക് എടുത്തായിരുന്നു. ആ ദിവസം തന്നെ ഈ ഇടത് കിഡ്നിയിലുള്ള തടസ്സം ഉള്ളതുകൊണ്ട് ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമ്മൾ തന്നെ ഒരു ചെറിയ ട്യൂബ് കിഡ്നിനകത്തോട്ട് ഇടുമായിരുന്നു. ഇത് എന്തുകൊണ്ട് ഇടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ഫംഗ്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ഇടുന്നത്. പിന്നെ നമുക്ക് ബയോപ്സി റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ബയോപ്സി റിസൾട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ എന്നാണ് വന്നത്. അതായത് എന്താണ് ഈ മസിൽ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാഡർ ട്യൂമർ 2 വകയായിട്ടാണ് പൊതുവെ നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി 2 ടൈപ്പായിട്ടാണ് വെക്കുന്നത്. ഒന്ന് നോൺ മസിൽ ഇൻവേസീവ് എന്ന് പറയും, അതായത് എത്ര ദൂരം ഡെപ്ത് വരുന്നത്. പൊതുവെ മൂത്രസഞ്ചിക്ക് 7 ലെയർ ആണ് ഉള്ളത്. അതിലെ മസിൽ ലെയർ ഇൻവോൾവ് ആയ ട്യൂമർ ഹൈ ഗ്രേഡ് ട്യൂമർ എന്നാണ് പറയുന്നത്. മസിൽ ലെയർക്ക് മുന്നത്തെ ഉള്ള ട്യൂമർ നമുക്ക് നോൺ മസിൽ ഇൻവേസീവ് എന്ന് പറയും. അതൊക്കെ കീ ഹോൾ വഴിയായിട്ട് നമുക്ക് മാക്സിമം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മസിൽ ഇൻവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കീ ഹോൾ മാത്രം മതിയാവില്ല. അപ്പോൾ ഈ പേഷ്യന്റ് അടുത്തത് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 76 വയസ്സ് സ്ത്രീ ആയതുകൊണ്ട് അമ്മയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണ രീതി പിന്നെ ന്യൂട്രീഷൻ വൈസ് നമ്മൾ അഡ്വൈസ് ചെയ്തു. അവർ വീട്ടിൽ നല്ല ആഹാരം കഴിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. വന്നിട്ട് അവർ വലിയ ശസ്ത്രക്രിയയൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു. എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഡിക്കൽ സിസ്റ്റക്ടമി എന്ന പ്രൊസീജിയറാണ് ചെയ്തിരിക്കുന്നത്. അലോങ് വിത്ത് ഇലിയൽ കോൺഡ്യൂട്ട് എന്ന് പറയും. അത് മൂത്രസഞ്ചി മുഴുവതും അലോങ് വിത്ത് യൂറിത്ര, അതായത് മൂത്രനാളി മൂത്രസഞ്ചി മുഴുവതും സ്ത്രീ ആയതുകൊണ്ട് ആ യൂട്രസ് അപ്പുറത്തോട്ട് വെജൈന വരെ കംപ്ലീറ്റ്ലി നമ്മൾ എടുത്ത് മാറ്റുന്നതാണ്. അപ്പൊ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മൂത്രം എങ്ങനെയാ പോകുന്നത് വെച്ചാൽ അതാണ് ഇലിയൽ കോൺഡ്യൂട്ട് എന്ന് പറയുന്നത്. ഇലിയൽ കോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ദി സ്മോൾ ബബിൾ, അത് ചെറുകുടലിന്റെ ഒരു ചെറിയ പാർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അലോങ് വിത്ത് ബ്ലഡ് സപ്ലൈ നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിന് മൂത്രസഞ്ചിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ഈ കിഡ്നിയിൽ നിന്ന് വരുന്ന 2 യൂറിറ്റ് എന്ന് പറയുന്ന ട്യൂബിനെ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴിയായിട്ടാണ് യൂറിൻ അവർക്ക് പുറത്തോട്ട് വരുന്നത്. അത് നമ്മൾ എവിടെ വെക്കുന്നത്, പൊക്കിളിന് തൊട്ടടുത്തുള്ള സ്കിന്നിൽ നമ്മൾ കണക്ട് ചെയ്ത് വെക്കും, ഒരു ബാഗ് കണക്ട് ചെയ്യും. പിന്നെ അതിനുശേഷമുള്ള ബയോപ്സി റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടെ നമ്മൾ കരളികളും ചില എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ ആ കരളികൾ നമ്മൾ എടുത്തു മാറ്റുന്നതാണ്. അപ്പൊ അവർക്ക് വന്നിരിക്കുന്ന പത്തോളജി റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രസഞ്ചി നമ്മൾ എടുത്തു മാറ്റിയിട്ടുള്ളതിനകത്ത് തന്നെ മുഴുവൻ ട്യൂമറും ഉണ്ട്, വേറെ എവിടെയും പുറത്ത് സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്നാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എവിടെയും സ്പ്രെഡ് ചെയ്തില്ലാത്ത ഒരു ഇതാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് റിസൾട്ടാണ്. ഇന്ന് അവര് ശസ്ത്രക്രിയ കഴിഞ്ഞ് 18ാം ദിവസം ഇന്ന് നമ്മളെ വന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. അവർ വളരെ സന്തോഷത്തിൽ വന്നായിരുന്നു. അവരുടെ അന്നിരുന്ന ആ ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഭയങ്കര നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് എന്ന് ആ അമ്മ ചിരിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ക്യാൻസർ നമുക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ട്രീറ്റബിൾ, ഇറ്റ് ഇസ് ക്യൂറബിൾ എന്ന് എനിക്ക് പറയാനുള്ള പോയിന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്.